നേപ്പാളിൻ്റെ ചരിത്ര രഥത്തിലേറി ഒരു കാഴ്ച. ഹിമാലയ പർവ്വതത്തിൻ്റെ ഹിമകൈകളുടെ തലോടലേറ്റ് നിലകൊള്ളുന്ന പുണ്യഭൂമിയാണ് നേപ്പാൾ. രാമായണം എന്ന മഹാകാവ്യത്തിലെ മിഥിലാപുരിയിൽ ജനിച്ച ജാനകിയെ നമുക്ക് തന്ന നേപ്പാൾ. മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള യോദ്ധാക്കളായ കിരാതരുടെ നാടായ നേപ്പാൾ. സിദ്ധാർത്ഥ രാജകുമാരനിൽ നിന്നും നമുക്ക് ഗൗതമ ബുദ്ധനെ സമ്മാനിച്ച നേപ്പാൾ. മിത്തുകളെയും യാഥാർത്ഥ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ അദ്ഭുത യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. പതിവ് പോലെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എയർപോർട്ടിലേക്കും ഞാനും യാത്രയിലെ പതിവ് സഹചാരിയായ ശ്രീ ഹരിപ്രസാദും എത്തിച്ചേർന്നു. അവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ശിവം ഹോട്ടലിലാണ് അന്നത്തെ താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ ശ്രീ ഗോരഖ്നാഥ് ആശ്രമം കാണാനുള്ള വ്യഗ്രതയിൽ ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഈ യാത്രയിൽ ഡൽഹിയിൽ താമസിക്കുന്ന ശ്രീമതി ജയമോഹനും കുടുംബവും ഞങ്ങളുടെ കൂടെ ചേർന്നു. ശ്രീ ഗോരഖ്നാഥ് ആശ്രമത്തിൻ്റെ ചില തനതു പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സന്യാസ പാരമ്പര്യത്തിൽ നാഥ് സമ്പ്രദായത്തിലുള്ള സന്യാസി വര്യരുടെ സമൂഹമാണിവിടെയുള്ളത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് ഈ പരമ്പരയിൽപ്പെടുന്നു. വളരെ ഭംഗിയിലും വൃത്തിയിലും സൂക്ഷിക്കപ്പെടുന്ന ഈ ആശ്രമം അതിൻ്റെ വിശുദ്ധി തനതായി നിലനിർത്തിയിരിക്കുന്നു. ആ സമയം പഠന വിനോദയാത്രയ്ക്കെത്തിയ സ്കൂൾ കുട്ടികൾ ആശ്രമം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ അച്ചടക്കവും ഭാരതീയ പാരമ്പര്യം അറിയാനുള്ള ജിജ്ഞാസയും കണ്ടപ്പോൾ കുട്ടികളുടെ ആത്മബോധത്തിൽ ഞാൻ അഭിമാനിതനായി. ആശ്രമത്തിന് വെളിയിൽ അതിമനോഹരമായ ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് അതിൽ പങ്കെടുത്തിരുന്നത്. ആശ്രമ പരിസരം തന്ന ഹൃദയശാന്തിയിൽ പേറി ഹോട്ടലിൽ തിരികെ എത്തി. പിറ്റേന്ന് രാവിലെ റോഡ് മാർഗം ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്ക് യാത്ര തിരിച്ചു. ഫറേന്ദ എന്ന സ്ഥലത്തിനടുത്താണ് അതിർത്തി, അതായത് ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്കുള്ള കവാടം. ഇന്ത്യൻ മിലിറ്ററിയുടെ ഔപചാരികതകളും രേഖാ പരിശോധനകളും പൂർത്തിയാക്കി ഞങ്ങൾ നേപ്പാളിലേക്ക് കടന്നു. വളരെ ശാന്തമായൊരു പ്രദേശം. ഞങ്ങൾ നേരെ പോയത് ഗൗതമ ബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനിയിലേക്കാണ്. ബിനാവും പോല എന്ന നദി കടന്നാണ് നമ്മൾ ലുംബിനിയെ സ്പർശിക്കുന്നത്. BC 623 സിദ്ധാർത്ഥ ഗൗതമൻ രാജപുത്രനായി ലുംബിനിയിൽ ജനിച്ചത്. ഗൗതമ ബുദ്ധനുമായി ബന്ധപ്പെട്ട 4 പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ലുംബിനി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ബുദ്ധൻ ജനിച്ച കൊട്ടാരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതുകൊണ്ടുതന്നെ ഇവിടെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അശോക ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ രാജവാഴ്ചക്കാലത്ത് ഇവിടെ വന്ന് പണി കഴിപ്പിച്ച ഒരു കരിങ്കൽ സ്തൂപം കാണാം. നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുള്ള കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ ഇടയിലൂടെ ഞാൻ മെല്ലെ നടന്നു. ബുദ്ധ സന്യാസിമാരായ കുട്ടികളോട് സംസാരിച്ചു. അവരെ കണ്ടപ്പോൾ യോദ്ധ സിനിമയിലെ അക്കോസേട്ടനെയും ഉണ്ണിക്കുട്ടനുമൊക്കെ മനസ്സിൽ ഓടിയെത്തി. സന്യാസ ജീവിതം നയിക്കുന്ന ഈ കുട്ടികൾ സന്തോഷവാന്മാരാണെന്ന് എന്നറിഞ്ഞപ്പോൾ വളരെ ആശ്വാസം തോന്നി. കാരണം സ്വന്തമായി ഒരു ജീവിതചര്യ തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത പ്രായത്തിലാണ് അവർ ഇവിടെ എത്തിപ്പെടുന്നത്. ഈ നിയോഗങ്ങൾ കുട്ടികൾക്ക് അവരുടെ
ബാല്യാവകാശങ്ങളും ആഹ്ലാദങ്ങളും നഷ്ടപ്പെടുത്തി ആവരുതല്ലോ. കൊട്ടാര സമുച്ചയത്തിന് വെളിയിൽ വന്നപ്പോൾ പാട്ടിനൊത്ത് നൃത്തം വയ്ക്കുന്ന വളരെ സന്തോഷവാന്മാരായ കുട്ടികളെയും ഞാൻ കാണുവാനിടയായി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പോഖറയാണ്. ആ വഴിയിൽ രാത്രി ഭക്ഷണത്തിനായി ഒരു ചെറിയ കടയിൽ കയറിയ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. ചെറിയ പീടികകൾ മുതൽ വൻ ഹോട്ടലുകൾ വരെ യഥേഷ്ടം മദ്യവിൽപ്പന യാതൊരു മറയുമില്ലാതെ നടക്കുന്നു. ആ കച്ചവടം ഈ നാട്ടിൽ ആർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അന്നു രാത്രി എലിഗൻറ്റ് എന്ന ഹോട്ടലിലാണ് തങ്ങിയത്. പിറ്റേന്ന് പോഖറയിലുള്ള സ്ഥലങ്ങൾ പരമാവധി കണ്ടു തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങളിൽ അലങ്കൃതമായി നിൽക്കുന്ന അന്നപൂർണ പർവ്വതത്തിൻ്റെ മുഗ്ധത നുകർന്ന് ഞങ്ങൾ പുതിയ പുലരിയെ സ്വാഗതം ചെയ്തു. ആ ഭംഗിയിൽ അലിഞ്ഞു ചേർന്ന് പോഖറയിലെ വിന്ധ്യാവാസിനി ക്ഷേത്രം കാണാനായി മുന്നോട്ട് നീങ്ങി. പോഖറ നഗരത്തിലെ ഒരു കുന്നിൻ മുകളിലാണ് ഈ പുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മനോഹാരിത തുളുമ്പുന്ന ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾ ധാരാളമായി വന്ന് പൂജ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അവിടെ നിന്നും പോഖറയിലെ കാസ്കി ജില്ലയിലുള്ള ഗുപ്തേശ്വർ മഹാദേവ് എന്ന ഭൂഗർഭ ഗുഹയിലേക്കാണ് യാത്ര തിരിച്ചത്. ആ ഗുഹയ്ക്കുള്ളിൽ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. കുമ്മായ കല്ലുകൾ കൊണ്ട് രൂപപ്പെട്ട അതിവിശാലമായ ഭൂമിയുടെ അന്തർഭാഗത്ത് രൂപപ്പെട്ട ഗുഹയിലാണ് ഈ ക്ഷേത്രം. ഈ ഗുഹയിലൂടെ നടന്ന് താഴേക്ക് പോകുമ്പോൾ അതിവിശാലമായ ഭൂഗർഭ അറയിലെത്തി. വീണ്ടും പടവുകളിലൂടെ താഴേക്കിറങ്ങിയപ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പാറകളുടെ വിടവിലൂടെ ഒഴുകി വരുന്നൊരു വലിയ വെള്ളച്ചാട്ടം. ഡേവിഡ്സ് ഫോൾ എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇംഗ്ലീഷിലെ നാമധേയം. നേപ്പാളി ഭാഷയിൽ പാതാൾ ചാങ്കോ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടർഫോൾ എന്നർത്ഥം. ഈ കാഴ്ചകൾ കണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ഉത്തരാഖണ്ഡിലെ പാതാൾ ഭുവനേശ്വർ എന്ന ഭൂഗർഭ ഗുഹയിലേക്ക് മുൻപ് പോയ യാത്ര ഓർമ്മ വന്നു. അതും ഭൂമിക്കടിയിൽ കുമ്മായക്കല്ലിൽ പ്രകൃതി ചെത്തിയെടുത്ത് രൂപപ്പെടുത്തിയ ഒരു വിസ്മയ പ്രപഞ്ചമാണ്. ഹിമാലയ സാനുക്കൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിഗൂഢ സ്ഥലികളാണ് ഇത്തരം ഭൂഗർഭ അറകൾ. നേപ്പാളിലെ ഭൂവന്തർഭാഗത്തെ അത്ഭുതങ്ങൾ കണ്ട് വൈകുന്നേരമായപ്പോൾ പോഖറയിലേക്ക് തിരിച്ചു മടങ്ങിയെത്തി. അവിടുത്തെ രാത്രി കാഴ്ചകൾ കണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക്. ഇനിയുള്ള യാത്ര മുക്തിനാഥിലേക്കാണ്. അടുത്ത പ്രഭാതം പരമപവിത്രമായ മുക്തിനാഥ് എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചു. അന്നപൂർണ മലനിരകളുടെ മടിത്തട്ടിലാണ് മുക്തിനാഥ് സ്ഥിതി ചെയ്യുന്നത്. അന്നപൂർണയുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പോഖറ കഴിഞ്ഞാൽ വഴികൾ തീരെ സഞ്ചാരയോഗ്യമല്ല. കുണ്ടും കുഴിയും നിറഞ്ഞ വഴികൾ യാത്ര ദുസ്സഹമാക്കുന്നു. മലയിടിച്ചിൽ പതിവാണ് ഈ മേഖലയിൽ എന്ന് നേപ്പാളിയായ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു തന്നു. ഈ യാത്ര അപകടം പതിയിരിക്കുന്നതാണെന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ യാത്ര മുഴുവൻ കാളി ഗണ്ഡകി നദിയുടെ ഓരം ചേർന്നാണ്.
നദീതടങ്ങളുടെയും ഗ്രാമങ്ങളുടെയും വശ്യസുന്ദരമായ കാഴ്ചകൾ പകർന്ന അനുഭൂതിയും പേറി യാത്ര മുന്നോട്ട് നീങ്ങി. നേപ്പാളിലെ നാഷണൽ ഹൈവേ ആയ 48 തുടർ സഞ്ചാരം. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭാരതത്തിലെ നാഷണൽ ഹൈവേകളും എക്സ്പ്രസ് ഹൈവേകളും നൽകുന്ന യാത്രാസുഖം ഓർത്തുപോയി. മലനിരകളുടെ താഴ്വാരത്തിലൂടെയുള്ള ഈ യാത്ര അവിസ്മരണീയമായിരുന്നു. മസ്താങ് ജില്ലയിലെ കാളി ഗണ്ഡകി നദിയുടെ താഴ്വരയിലുള്ള ജൊംസോം എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. അന്നപൂർണ പർവ്വതങ്ങളിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നതും ജൊംസോമിൽ നിന്നാണ്. മനോജ്ഞമായ ഈ ഭൂവിഭാഗം സമുദ്രനിരപ്പിൽ നിന്നും 9000 അടി ഉയരെയുള്ളതാണ്. ഇവിടുത്തെ ആപ്പിളുകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. ലോകോത്തര വിപണി കീഴടക്കുന്നത്ര ഗുണമേന്മയും രുചിയും ഡിമാൻഡും ഉള്ളവയാണ്. ജൊംസോമിലെ ഹോട്ടൽ മസ്താങ് മൊണാലിസയിലാണ് അന്ന് വൈകുന്നേരം വിശ്രമം കണ്ടെത്തിയത്. അന്നപൂർണ പർവ്വതാരോഹണത്തിനുള്ള പ്രധാന കവാടമായതിനാൽ തന്നെ ധാരാളം വിദേശ പർവ്വതാരോഹകരെ അവിടെ കാണാമായിരുന്നു. അതുകൊണ്ട് മദ്യശാലകൾക്കും ഒട്ടും ക്ഷാമമില്ലായിരുന്നു. ഹോട്ടൽ മുറികൾ സൗകര്യവും വൃത്തിയും അത്യാവശ്യം ആഡംബരവുമുള്ളതാണ്. സാധാരണ ഹിമാലയാത്രകളിൽ കാണുന്നതിൽ നിന്നും ഇവ വ്യത്യസ്തമായി അനുഭവപ്പെട്ടു. ജൊംസോം എയർപോർട്ടിൻ്റെ റൺവേ ആണ് തൊട്ടുപിറകിൽ കാണുന്നത്. പ്രധാന കവാടം ഈ ഹോട്ടലിനടുത്ത് തന്നെയാണ്. ശീതളിമ നിറഞ്ഞ ശാന്തമായ ആ സന്ധ്യയിൽ ഞാൻ തെരുവോരങ്ങളിലൂടെ വളരെ ദൂരം സഞ്ചരിച്ചു. സ്വച്ഛരും ശാന്തരുമായ മനുഷ്യർ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, അവർ എന്നെ ഉത്കണ്ഠയോടെ നോക്കുന്നുണ്ടായിരുന്നു. ആ ശൈത്യരാത്രി അവിടെ കഴിച്ചുകൂട്ടി. പിറ്റേന്നുള്ള തണുത്ത പ്രഭാതത്തിൽ യാത്ര മുക്തിനാഥിലേക്ക്. ഗണ്ഡകി നദിയുടെ സൗന്ദര്യം ഒറ്റ രാത്രി കൊണ്ട് 10 മടങ്ങ് വർദ്ധിച്ചതായി തോന്നി. ആ താഴ്വാരത്തിലൂടെ ലൊമോൻ താങ് എന്ന സ്ഥലത്തേക്ക് വഴി നീളുന്നു. മനുഷ്യവാസം തീരെ കുറവാണ്. ചില ബുദ്ധവിഹാരങ്ങൾ കാണുന്നതൊഴിച്ചാൽ ശുദ്ധവായു നുകർന്ന് പ്രകൃതിയോട് സല്ലപിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ബുദ്ധവിഹാരങ്ങളുള്ള ഇടങ്ങളിൽ കൃഷിഭൂമികളും കാണാമായിരുന്നു. ബാലാർക്കൻ്റെ പൊൻകിരണങ്ങൾ ആലിംഗനം ചെയ്യുന്ന ഹിമവൽ ശൃംഗങ്ങളെ കണ്ടുകൊണ്ട് അനിർവചനീയമായ യാത്ര. പ്രകൃതി കൊത്തി നിർത്തിയിരിക്കുന്ന കോട്ടക്കൊത്തളങ്ങൾ, കയറ്റിറക്കങ്ങൾ എല്ലാം താണ്ടി ചെറിയ ഗ്രാമങ്ങളും ബുദ്ധവിഹാരങ്ങളും പിന്നിട്ട് ഏകദേശം 2 മണിക്കൂറുകൾക്കപ്പുറം മുസ്തിമത്ത് എന്ന പവിത്രമായ ഹിമാലയ ഭൂമികയിലെത്തി. ഈ പ്രദേശത്തെ ഒരു പ്രധാന കാഴ്ചയാണ് സാളഗ്രാമങ്ങൾ. ഗണ്ഡകി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് അടിത്തട്ടുകളിൽ അതിസാഹസികമായി മുങ്ങിയെടുത്താണ് സാളഗ്രാമങ്ങൾ ആൾക്കാർ ഇവിടെ കൊണ്ട് വിൽക്കുന്നത്. പുരാണങ്ങളിൽ മുക്തിനാഥിൻ്റെ പ്രാധാന്യം പരാമർശിച്ചിട്ടുണ്ട്. വിഷ്ണു പുരാണത്തിലും ഗണ്ഡകി മാഹാത്മ്യത്തിലും മുക്തിനാഥിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരതമുനി ഇവിടെ തപസ് അനുഷ്ഠിച്ചിട്ടുള്ളതായും പുരാണം പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 12,200 അടി ഉയരത്തിലാണ് മുക്തിനാഥ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു ബുദ്ധമത വിശ്വാസികൾ ഒരുപോലെ ഈ പുണ്യഭൂമികയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഹിന്ദുക്കൾക്ക് ഇവിടെ മഹാവിഷ്ണു മുക്തിനാഥൻ അല്ലെങ്കിൽ വിമോചനത്തിൻ്റെ പ്രഭു എന്ന സങ്കല്പമാണ്.
5 മുതൽ 8-ാം നൂറ്റാണ്ട് വരെ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ആൾവാർമാർ എഴുതിയ 108 ദിവ്യദേശങ്ങളിൽ 106-ാമത്തെ ദേശമായ സാലിഗ്രാമമാണ് മുക്തിനാഥ് എന്നും ഒരു വിശ്വാസമുണ്ട്. ബൗദ്ധമതത്തിൽ ഈ പ്രദേശം ഡാകിനിമാരുടെ അഥവാ ആകാശ നർത്തകരുടെ ഇടം എന്നും ചുമിങ് ഗാറ്റ്സ അഥവാ 100 ധാരകളെന്നും വിശേഷിക്കപ്പെടുന്നു. തിബത്യൻ ബുദ്ധമതത്തിൻ്റെ പ്രതിഷ്ഠാവായ ഗുരു റിംപോച്ചെ അഥവാ പത്മസംഭവൻ തിബത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ തപസ് ചെയ്തിരുന്നു എന്നാണ് ബുദ്ധമതത്തിലെ വിശ്വാസം. സതീദേവിയുടെ മുഖം വീണ സ്ഥലമെന്നതിനാൽ ഇവിടെ ശക്തിപീഠമെന്നും വിശ്വസിക്കപ്പെടുന്നു. ജ്വാലാമയി എന്ന ഒരു ജ്വാല ഇവിടെ സഹസ്രാബ്ദങ്ങളായി വിളങ്ങി പ്രകാശിക്കുന്നു. മുക്തിനാഥിലെ ശക്തിയെ ഗന്ധകി ചണ്ഡി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഭൈരവൻ ചക്രപാണി എന്നും വിളിക്കപ്പെടുന്നു. പഗോഡ ശൈലിയിലുള്ള ശില്പകലയാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള 2 കുളങ്ങളാണ് ലക്ഷ്മി കുണ്ടും സരസ്വതി കുണ്ടും. ലക്ഷ്മി കുണ്ട് ഐശ്വര്യവും സരസ്വതി കുണ്ട് അറിവും ജ്ഞാനവും പ്രദാനം ചെയ്യുന്നു. ഗന്ദകി നദിയിലെ ജലമാണ് വിശുദ്ധമായ ലക്ഷ്മി കുണ്ട് സരസ്വതി കുണ്ടുകളിലുള്ളത്. മലനിരകളിലൂടെ താഴേക്കൊഴുകി വരുന്ന ജലമാണ് 108 ധാരകളായി വരുന്നതും. ഈ ധാരകളിലെ സ്നാനം മുക്തിദായകമാണ്. ഈ അസ്ഥി തുളയ്ക്കുന്ന തണുപ്പിൽ ലക്ഷ്മികുണ്ടിലും സരസ്വതി കുണ്ടിലും സ്നാനം ചെയ്ത് 108 ധാരകളിലും കൂടി സ്നാനം ചെയ്ത് ആത്മനിർവൃതി നേടുന്ന അനേകരെ അവിടെ കാണാൻ കഴിഞ്ഞു. മുക്തിനാഥനെ കണ്ടു വണങ്ങി കുറേ നേരം അവിടെ ചെലവഴിച്ച് മനസ്സ് ശാന്തമായി അടുത്തുള്ള ബുദ്ധവിഹാരവും സന്ദർശിച്ചു. ഈ പുണ്യഭൂവിനെ നമസ്കരിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ വല്ലാത്തൊരനുഭൂതിയായിരുന്നു. പോഖറയിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ മുക്തിനാഥായിരുന്നു മനസ്സിൽ തളം കെട്ടിക്കിടന്നത്.